ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ റിലീസ് ചെയ്തിട്ടുള്ള ഒരു മലങ്കൾട്ട് കുറിച്ചിട്ടാണ്. മലങ്കൾട്ട് പ്ലസ് കാട്ടവർ അത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ചാനലായതുകൊണ്ട് തന്നെ വളരെ പരിമിതി കൂടി തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രത്തിൻ്റെ കണ്ണപ്പ എന്നാണ്, അല്ലെങ്കിൽ മൊണ്ണപ്പ എന്നൊക്കെ വിശ്വസിക്കാൻ സാധിക്കും. ആ തരത്തിലാണ് ചിത്രത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരേ സമയം തന്നെ തെലുങ്കിൽ കൂടാതെ കന്നഡ, മലയാളം, ഹിന്ദി, തമിഴ് ഭാഷകൾ റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ റിലീസാണ്. അതുപോലെ തന്നെ എൻ്റെ കാശി നോക്കി കഴിഞ്ഞാൽ വിഷ്ണു മഞ്ജു ആണ് ഇതിൽ പ്രധാനമായിട്ടും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. പ്രൊഡ്യൂസർ മോഹൻകുമാർ ബാബുവാണ് പ്രൊഡ്യൂസറായിട്ട് ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷ്ണു മഞ്ജു, അതുപോലെ തന്നെ അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, അവിടെ മോഹൻലാൽ, അതുപോലെ തന്നെ ശരത് കുമാർ, പിന്നെ പ്രീതി മുകുന്ദ്, പ്രഭാസ് തുടങ്ങിയ ഒരുപാട് താരങ്ങളുള്ള ഒരു ചിത്രം തന്നെയാണ്. പക്ഷേ ഈ പ്രഭാസ്, അതുപോലെ തന്നെ അക്ഷയ് കുമാർ, അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനൊക്കെ ചെറിയ ചെറിയ ക്യാമറ റോളാണ് വന്നിട്ടുള്ളത്. ശരത് കുമാറും മറ്റൊരു പ്രധാനപ്പെട്ട റോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പത്ത്, നമ്മുടെ മാളികപ്പുറത്തിലെ വില്ലൻ, അതുപോലെ കുറച്ച് ആൾക്കാർ നമ്മൾ കണ്ടുപരിചയമുള്ള തെലുങ്കിലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങളൊക്കെ വരുന്നു പോകുന്നുണ്ട്. ഐശ്വര്യ, നമ്മുടെ നരസിംഹത്തിലെ നായികയായിട്ട് വന്നിട്ടുള്ള നടിയാണ് ഐശ്വര്യ. ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് ഒരു പെരട്ട കളവിയായിട്ട് തലച്ചേട്ടൻ വന്നിട്ടുള്ളത്. പൂര ഉറപ്പികൾ തന്നെയാണ് തുടക്കം തൊട്ട് ഒടുക്കം വരെയും. അതുപോലെ നായിക ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇതിലെ തന്നെ പരിചയപ്പെടാം. അപ്പോൾ കണ്ണപ്പയെക്കുറിച്ച് പറയുമ്പോൾ വിഷ്ണു മഞ്ജു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹമാണ് സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ തിരക്കഥ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത്. കാശിയും റീഡിങ് റോളൊക്കെ അദ്ദേഹം തന്നെയാണ്. ഇത് പ്രധാനപ്പെട്ടും എന്താ പറയുക, ശിവനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിവിയേഷൻ, ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറി തന്നെയാണ്. അതായത് ദൈവമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒരു കൂട്ടർ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും ദൈവമില്ല എന്ന് സങ്കല്പിച്ച് നടക്കുന്ന നമ്മുടെ കഥാനായകനും തമ്മിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി വരിക എന്നൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇത് സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ ഇൻട്രോഡ് കൂടി തന്നെയാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ കാണിച്ചിട്ടുള്ളത്. ആ കണ്ടപ്പോൾ തന്നെ ഏകദേശം എന്താണ് അതിൻ്റെ തീരുമാനം കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം ഇതിൻ്റെ CG വർക്കുകളൊക്കെ അത്രയേറെ മനോഹരമായി ബോറാക്കി കുളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നീലിച്ചിരന്തൊക്കെ എടുക്കുന്നുണ്ട്. ഈ കാർബോർഡ് പെട്ടിയിൽ തല വെട്ടിച്ച പോലെയാണ് അക്ഷയ് കുമാറിനെ കാണിച്ചിട്ടുള്ളത്. സിക്സ് പാക്കുള്ള ശിവൻ, അതിന് നമ്മുടെ കാജലിനെ കാണിക്കുന്നുണ്ട്. കാജൽ അഗർവാൾ നീണ്ട ഒരുപാട് കാലത്തിന് ശേഷമാണ് തോന്നുന്നു ഞാൻ ഒരു ചിത്രത്തിൽ വരെ തല കാണിച്ചിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള ദയനീയമായിട്ടുള്ള അഭിനയം തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഹസ്ബൻഡും വൈഫും നമ്മുടെ പറഞ്ഞ പോലെ തന്നെ പകിട കളിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് നേരെ നമ്മുടെ കഥാനായകൻ്റെ ചെറുപ്പകാലത്തിലേക്ക് കാണിക്കുന്നുണ്ട്. അന്ന് എന്താണ് തിണ്ണൻ എന്ന് വിളിക്കുന്നത്, തിണ്ണ വാടാ തിണ്ണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് ഇൻസിഡൻ്റൊക്കെ ഉണ്ടാവേണ്ടി തിണ്ണനെ അമ്മയില്ല, അപ്പോൾ ഒരു കല്ലിനോടാണ് ഒരുപാട് സങ്കല്പങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ആ നാട്ടിൽ എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തോ കല്ലോ ഒക്കെ എടുത്ത് ആരെ തലയ്ക്കാണ് വീഴുന്നത്, അവരെ നരബലി ചെയ്യിപ്പിക്കാം. അങ്ങനെ തിണ്ണൻ്റെ കൂട്ടുകാരൻ്റെ ദേഹത്താണ് അത് വന്ന് വീഴുക. അങ്ങനെ നരബലി സംഭവിക്കുന്നു. അതിനെതിരെ അന്ന് തൊട്ട് തിണ്ണൻ തീരുമാനമെടുക്കുന്നുണ്ട്. ദൈവം എന്ന് പറഞ്ഞ വെറും കല്ല് മാത്രമാണ്, ദൈവമില്ല, വല്ലാത്തൊരു മനുഷ്യനിലാണുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിനെ വെല്ലുവിളിക്കുന്നു, ഭക്തിക്കെതിരെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും പിന്നെ പുതിയൊരു കാലഘട്ടത്തിൽ കാണിക്കുക. 25 വർഷം ശേഷം നമ്മുടെ കഥാനായകൻ വലുതാവുന്നുണ്ട്. പിന്നീട് അപ്പോഴും തിണ്ണൻ തന്നെയാണ്, പക്ഷേ ആ വലുതാവും തോറും ഒരു മൊണ്ണയായിട്ട് മാറുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ അവിടെ നാട്ടിലുള്ള പരിപാടിയും കാര്യങ്ങളും. തിണ്ണനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാണം വിടുക, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ അമ്പ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പരിപാടി ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക, പരുന്തിൽ റാഞ്ചി കൊണ്ടുപോകുന്ന പരുന്തിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുക, അതൊക്കെ ഉണ്ട്. ഈ തിണ്ണൻ്റെ ഇൻട്രോയുടെ കാണിച്ചിട്ടുള്ളത് വളരെയധികം രസകരമായിട്ടൊരു ഇൻട്രോയാണ്. ഒരു കുട്ടിയെ ഇങ്ങനെ പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു പരുന്ത് വന്നിട്ട് റാഞ്ചി കൊണ്ടുപോകുന്നു. അങ്ങനെ തിണ്ണനെ വിളിക്കാൻ പറയുന്നു. നമ്മുടെ ശരത് കുമാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശരത് കുമാർ വിളിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇദ്ദേഹം കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. കുതിരപ്പുറത്ത് നേരെ ഒറ്റ ചാട്ടാണ്, നേരെ അമ്പ് ചെയ്യുന്നു. അങ്ങനെ അമ്പ് ചെയ്യുമ്പോൾ ഈ എന്താ പറയുക, ഈ പരുന്ത് കുട്ടി താഴ്ത്തിരുന്ന് തിണ്ണൻ ചാവടി കയറി നിന്ന് ക്യാച്ച് ചെയ്യുന്നു, രക്ഷിക്കുന്നു. അങ്ങനെ നാട്ടിലൊരു ഹീറോയും മാറുന്നു. അങ്ങനെ എന്താ പറയുക, തിണ്ണൻ്റെ വീരസാഹസിക കഥകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ തിണ്ണൻ ഒരു മൊണ്ണയായിക്കൊണ്ടിരിക്കുന്നതാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് മുമ്പ് തന്നെ. അങ്ങനെ തിണ്ണൻ്റെ തള്ളു പറയും, വേറെ ആരും തള്ളണ്ട, തിണ്ണൻ്റെ അച്ഛനായിട്ട് വരുന്ന ശരത് കുമാർ തന്നെ തള്ളി മറിക്കുന്നുണ്ട്. അങ്ങനെ തള്ളുകൊണ്ടിരിക്കും. തിണ്ണൻ പണ്ടത്തെ ഒരു പുലിയെ പിടിച്ച കഥയും പുലിയുടെ വായിക്ക് പുലിമൂരിൻ്റെ ചില സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഒരമ്പ് കുത്തിയിറക്കിയ കഥയൊക്കെ കാണിക്കുന്നുണ്ട് ആ ചെറുപ്പകാലത്തൊക്കെ. അങ്ങനെ ബിൽഡപ്പൊക്കെ കൊടുക്കുന്നു. അങ്ങനെ തിണ്ണൻ കാട്ടിൽ വേട്ടയാടാൻ പോകുന്ന സമയത്താണ് നമ്മുടെ ശിവഭക്തി ആയിട്ടുള്ള നമ്മുടെ കഥാനായിക കാണിക്കുന്നത്. പ്രീതി മുകുന്ദ് എന്നാണ് അവരുടെ പേര്. എന്താ പറയുക, മലയാളത്തിൽ തെലുങ്കിൽ തമിഴിന് ശേഷം ആരായിരിക്കും ഇങ്ങനെ വയറ് കാണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീതി മുകുന്ദ് തന്നെയായിരിക്കും. കാരണം തുടക്കം തൊട്ട് അവർ ഈ പടത്തിൽ ഉടനീളം ഈ വയറിങ് കാണിച്ചുള്ള നടത്തം തന്നെയാണ്. കാരണം ഈ ഒരു തെലുങ്ക് പടമാകുമ്പോൾ കഥ അല്ലെങ്കിൽ നായികയെ പൂർണ്ണമായിട്ടും എക്സ്പോസ് ചെയ്യണമല്ലോ, അത് ഇതിലും പൂർണ്ണമായി തന്നെ കാണിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ അതിലോട്ട് കടന്നു വരാം. അങ്ങനെ ശിവഭക്തിയാണ്, ശിവലിംഗം വായുലിംഗം എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ശിവനെ ഭക്തി ആർജിക്കുന്നു.
കാരണം നമ്മൾ നായിക കാണുന്നു, ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ ഇടയ്ക്ക് നേരെ നായിക വരുന്നുണ്ട്. നായയുടെ കോസ്റ്റ്യൂമൊക്കെ പണ്ടത്തെ തുണിയില്ലാത്ത പോലെ ഐറ്റം ഡാൻസ് വരുന്ന പോലത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെയാണ്. പകുതി അവിടെയൊക്കെ തുണിയുള്ള വേഷത്തിലാണ് നമ്മുടെ നായിക വന്നിട്ടുള്ളത്. അതിനുശേഷം നായികയുടെ അമ്മയെ കാണിക്കുമ്പോൾ അതിൻ്റെ മധുബാലയാണ് അമ്മയായിട്ട് വന്നിട്ടുള്ളത്. അതും ഭയങ്കര വെറുപ്പിക്കൽ തന്നെയായിരുന്നു. അവരൊക്കെ എന്തൊക്കെയോ ദേവഭക്തിയൊക്കെ കാണിക്കുന്നു. അതിനിടയ്ക്കാണ് ഒരു വില്ലൻ വരുന്നുണ്ട്. വില്ലൻ വരുമ്പോൾ നമ്മുടെ കഥാനായകൻ പോരാടുന്നു. നീ ആരെ കൊന്ന്, നിനക്ക് എൻ്റെ ചേട്ടനറിയില്ല, എൻ്റെ ചേട്ടൻ വായിലൂടെ ലിങ്ക് കിടക്കും എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ വില്ലനെ കാണിക്കുന്നു. വില്ലനെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രോവില്ലപ്പൊക്കെയാണ് കൊണ്ട് കാണിച്ചിട്ടുള്ളത്. ഒരു തനി മണ്ണായിട്ടാണ് എനിക്ക് വില്ലനെ തോന്നിയിട്ടുള്ളത്. ഒരു ബിൽഡപ്പോ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് പേരെ വെട്ടി നുറുക്കി അതിൻ്റെ മേലിരിക്കുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഒരുപാട് മരണങ്ങൾ സംഭവിച്ച് അതിൻ്റെ മേലിരുന്ന് അപ്പോഴും ഒരാൾ ജീവനോടുണ്ടാവും, അവൻ്റെ വയറ്റിലേക്ക് കത്തി കുത്തി കയറ്റുന്നു. അങ്ങനെയാണ് നമ്മുടെ വില്ലൻ്റെ ഇൻട്രോ കാണിച്ചില്ല. അങ്ങനെ നമ്മുടെ നായകനൊക്കെ പേടിക്കും, അവൻ വരട്ടെ, എൻ്റെ ചേട്ടൻ വരുമ്പോൾ 100 അല്ല 1000 അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും അവൻ്റെ പിന്നാലെ വന്ന് ഭയങ്കര ബിൽഡപ്പൊക്കെ വില്ലന് കൊടുക്കുന്നുണ്ട്. പിന്നെ വില്ലൻ വരുന്നു, നായകൻ പഞ്ഞിക്ക് ഇടുന്നു, നേരെ വില്ലൻ റെസ്റ്റിനെടുക്കുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. അതൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കഥാനായകന് ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. പടത്തിലെ പോലെ തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു. കാരണം നാടിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തി നിലയ്ക്കാൻ തോന്നുന്നുണ്ട്. അതിനൊക്കെ ഇറക്കി വിടുന്നുണ്ട്. എന്തൊക്കെയോ ഒരുപാട് പേര് പറഞ്ഞു പോകുന്നു, ബന്ധമില്ലാത്ത എന്തൊക്കെയോ ശരത് കുമാർ ഒരു ഭാഗത്തിരുന്ന് കറിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ. ഭൈരവൻ എന്നാന്ന് തോന്നുന്നു കഥാപാത്രത്തിൻ്റെ പേര്. ഒരു ശിവൻ്റെ മറ്റൊരു രൂപമായിട്ട് കാണിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ഇതേപോലുള്ള റോളൊക്കെ തല വയ്ക്കുമ്പോൾ ശരിക്കും സങ്കടകരമായിട്ട് അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിണ്ടവിലെ തൊട്ടുമ്പോൾ ഒരു 10 മിനിറ്റിന് താഴേക്കുള്ള അദ്ദേഹത്തിൻ്റെ റോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ തിണ്ണൻ അല്ലെങ്കിൽ മണ്ണപ്പൻ അമ്പ് ചെയ്തുള്ള അമ്പിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ലാലേട്ടൻ അമ്പ് ചെയ്ത് അങ്ങ് ദൂരെയുള്ള ഒരു മരത്തിൻ്റെ മുകളിലേക്ക് തറച്ചിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കഥാനായകൻ ചോദിക്കുന്നു, അങ്ങ് ആരാണ്, മനസ്സിലായില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇൻട്രബെൽ സീൻസൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലും കറക്റ്റായിട്ട് ഒരു ബിൽഡപ്പും ഇല്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഒരു കോമാളിയാക്കി വേഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അക്ഷയ് കുമാർ വന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്നിരുന്ന് ഇങ്ങനെ പ്രവചിക്കും, ആരും കല്ലെറിഞ്ഞ കല്ല് പിടിക്കൽ ഒക്കെയാണ് സ്ഥിരം പരിപാടിയായിട്ട് അവിടെ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ലാലേട്ടൻ വന്ന് പോകുന്നു. അത് ചെറിയ റോളുള്ള അദ്ദേഹം അങ്ങനെ പോയി. പിന്നെ ഇതിൻ്റെ ശേഷം നമ്മുടെ ലാലേട്ടില്ല. അതിന് ശേഷം കുറേ കഴിഞ്ഞ് നമ്മുടെ പ്രഭാസ് വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയോ അവിടെ കുറേ ഡയലോഗ് കഥയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ആ കഥ പറച്ചിലുള്ള ഗംഭീരമായിട്ടുള്ളൊരു ബോർഡ് തന്നെയായിരുന്നു. മോഹൻ ബാബുവിനോട് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ശിവഭക്തനായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മുടെ വിഷ്ണു മഞ്ജുവിൻ്റെ അച്ഛൻ, ഫുൾ ഫാമിലി ഉണ്ട്, ഇവരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പടത്തിൽ ഉടനീള കാസ്റ്റിങ്ങൊക്കെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ടുള്ള വെറുപ്പിക്കലും ഒരു ബാൻഡ് സ്കോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാൻഡ് സ്കോർ പറഞ്ഞപ്പോഴാണ് ഓർമ്മ, സ്റ്റീഫൻ ദേവസിയാണ് ഇതിൻ്റെ ബാൻഡ് സ്കോർ ചെയ്തിട്ടുള്ളത്. എന്ത് അപരാധമാണ് പൊന്നു പ്രോയിൽ കാണിച്ചു കൂടിച്ചുള്ളത്. അത് ഒട്ടും തന്നെ കണ്ടാവുന്നില്ല. പണ്ടത്തെ ക്രിഞ്ച് അടിച്ചിട്ടുള്ള പരിപാടി തന്നെ എനിക്ക് അതിലും കൊണ്ട് കൊടുത്തുള്ള ഒരു കുംസപ്പോ ഒന്നും തന്നെ പടത്തിലോട്ട് ഒരു അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ആണ് നമ്മുടെ എന്താ പറയുക, മോഹൻ ബാബുവിൻ്റെ അടുത്ത് കുറേ ഡയലോഗ് പറയുന്നത് ക്ലൈമാക്സിൽ. അങ്ങനെ കുറേ ഡയലോഗ് പറയുന്നു. പ്രീതി മൂന്നിൻ്റെ അടുത്ത് പറയുന്നു, നീലി എന്നാണ് അവരുടെ പേര്. നായകൻ്റെ അടുത്ത് പറയുന്നു, നേരെ നായകൻ്റെ അടുത്ത് പോകുന്നു. ഇതിനേക്കാൾ വലിയൊരു ഭക്തൻ വരുന്നു പറയുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെയാണ് ഏറ്റവും വലിയ മുട്ടൻ കോമഡി. അടി പണ്ടാറും തീർന്ന് കിട്ടിയെന്നുള്ള ചിന്തയായിരുന്നു. തീരുന്നില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവസാനം ഭാഗത്ത് ശിവൻ കരയുമ്പോൾ ശിവൻ്റെ ഒരു കണ്ണ് അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഉരി കൊടുക്കുന്ന ഭാഗം കണ്ണുകരെ ഊരിട്ട് മറ്റേ ആ ശിവലിംഗത്തും വെച്ച് കൊടുക്കുന്ന ഭാഗത്തൊക്കെ നല്ല ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഒരു പൂർണ്ണമായിട്ടും വലിയൊരു ബഡ്ജറ്റ് ചിത്രമെന്ന് പറയുന്നുണ്ട്. ആ ബഡ്ജറ്റ് ഒട്ടും തന്നെ എവിടെയും തോന്നി പോകുന്നില്ല. കാരണം തുണിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും തുണിയിലടക്കം ക്ഷാമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ വസ്ത്രാലങ്കാരത്തിനായിരിക്കില്ല ഇതിൽ പോയിട്ടുള്ളത്. പിന്നെ CG വർക്ക് മുട്ടൻ കോമഡിയാണ്. അവസാന ഭാഗത്ത് വെട്ടിക്കാലി വന്ന് വല നെയ്യുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. വലിയ പാമ്പ് വരുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ പക്ക ഒരു കോമഡി പീസ് ചെയ്തു വെച്ചുള്ള അവസ്ഥയാണ് എനിക്ക് തോന്നി. വെറും നമ്മൾ ഗ്രീൻ സ്ക്രീനിലൊക്കെ വീഡിയോ ചെയ്യില്ലേ, അതേ പരിപാടി തന്നെയൊക്കെയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ കണ്ണപ്പയെക്കുറിച്ച് പോലെ മണ്ണപ്പ ഉള്ള ആയിട്ടുള്ള അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തികളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കാണിക്കുക. അവരിക്കും ബൈ.